കർത്താവിൽ പ്രിയരെ, ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന നമ്മുടെ ധ്യാന വിഷയം ദൈവവും വിശ്വാസ ബഹുല സമൂഹവും എന്നുള്ളതാണ്. ദൈവം, ഗോഡ് ആൻഡ് പീപ്പിൾ ഓഫ് ഓൾ ഫെയ്ത്ത്. അതിനാധാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന പാഠഭാഗങ്ങൾ പഴയ നിയമത്തിൽ ആമോസ് പ്രവാചകൻ എഴുതിയ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും, റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളുമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലം വിവിധ മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇന്ന് കാണുന്ന ദയനീയമായ ഒരവസ്ഥ എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങൾ പരസ്പരം, രാഷ്ട്രങ്ങൾ, ജനങ്ങൾ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധകാല പശ്ചാത്തലത്തിൽ ദൈവവും വിശ്വാസ ബഹുല സമൂഹവും എന്നുള്ള ചിന്തയ്ക്ക് വളരെ വർത്തമാനകാല പ്രസക്തിയുണ്ട്. ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ആയതിനാൽ തന്നെ സകല സൃഷ്ടിയെയും ദൈവം കരുതുകയും അതിനെ പരിപാലിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സകല സൃഷ്ടിയും നല്ലതാണ് എന്ന് ദൈവം കണ്ടു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് ബഹുലതകളെ സൃഷ്ടിച്ച ദൈവമാണ്. ജൈവ വൈവിധ്യം അതിന് തെളിവാണ്. ഓരോ അതത് തരം ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചു. സമുദ്രത്തിലെ ജീവജാലങ്ങൾ, മത്സ്യങ്ങൾ, കരയിലെ ജീവജാലങ്ങൾ, അതുപോലെ തന്നെ ആകാശവും ഭൂമിയും മണ്ണും ജലവും പുഴകളും നദികളും എല്ലാം തന്നെ ഈ പ്രപഞ്ചം, വിശ്വം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതെല്ലാം മനോഹരമാണ്, നല്ലതാണ് എന്ന് ദൈവം കണ്ടതാണ്. അതുകൊണ്ട് ഈ ബഹുലത, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനോഹരമായ ആശയമാണ്. നമ്മൾ സപ്തവർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു പ്രകാശരശ്മി ഉണ്ടാകുന്നത്. നമ്മൾ വിബ്ജിയോർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സപ്തസ്വരങ്ങൾ, വിവിധ ടോണുകളിലുള്ള വിവിധ സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ, 7 സ്വരങ്ങൾ, അത് ഹാർമണൈസ് ചെയ്യുന്ന സമയത്താണ് സംഗീതത്തിൻ്റെ ഒരു വലിയ സമുദ്രം പിറവിയെടുക്കുന്നത് ഈ 7 സ്വരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സപ്തവർണ്ണങ്ങളും സപ്തസ്വരങ്ങളൊക്കെ വൈവിധ്യങ്ങളാണെങ്കിലും അവ ഇഴചേരുന്ന സമയത്ത്, ഹാർമോണിയൈസ് ചെയ്യുന്ന സമയത്ത് പ്രകാശവും സംഗീതവും രൂപപ്പെടുന്നു. അതുകൊണ്ട് ദൈവം വൈവിധ്യങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആശയമാണ്. അത് മനോഹരമായ ഒരു ആശയമാണ്. എന്നാൽ ഇന്ന് കാണുന്നത് ഇതെല്ലാം വൈരാഗ്യത്തിൽ, വെറുപ്പിൽ, ഈ വൈരുദ്ധ്യങ്ങളിലേക്ക് മുന്നോട്ട് കടന്നു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. നമുക്ക് നൽകപ്പെട്ട പഴയ നിയമ പാഠഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം സമൂഹത്തിൽ എല്ലാവരോടും ഒരുപോലെ വെളിപ്പെടുന്നു എന്ന് പറയുന്നു. ആമോസ് പ്രവാചക പുസ്തകത്തിൽ നാം കാണുക 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അവൻ ആകാശത്തിൽ തൻ്റെ മാളിക മുറികൾ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇവിടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രവാചകൻ വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ തുടർന്ന് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോറിൽ നിന്നും ആദാമ്യരെ കേറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ഈ വചനം ഏറ്റവും പ്രസക്തമാണ്. കാരണം ഇസ്രായേൽ ജനതയെ ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന്
വിമോചിപ്പിച്ച് അവരെ സ്വതന്ത്രരാക്കിയതുപോലെ തന്നെ വിവിധ ജാതികളെ, കൂഷ് എന്ന് പറയുന്ന എത്യോപ്യയാണ്, അതുപോലെ തന്നെ മറ്റ് വിജാതീയരായ രാഷ്ട്രങ്ങളെയും വിടുവിച്ചത്, അവരെ സ്വതന്ത്രരാക്കിയത് ദൈവമാണ് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ വിമോചന പ്രവർത്തനങ്ങളിൽ, സമരങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, ഏത് സമൂഹത്തിലും, ഏത് വിശ്വാസത്തിലും, ഏത് രാഷ്ട്രത്തിലും അവരെ വിമോചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ് എന്ന് പ്രവാചകൻ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം ഇവിടെ പറയുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് അതിരില്ലാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വംശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ എല്ലാം അടിസ്ഥാനത്തിലല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി സൃഷ്ടിതാവായ യഹോവ എന്ന ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നു, അവരെ വിമോചിപ്പിക്കുന്നു, അവരെ വിടുവിക്കുന്നു എന്നുള്ള ഒരു വലിയ ആശയം നമുക്ക് ഈ പഴയ നിയമ പാഠഭാഗത്തിൽ കാണാം. അതുപോലെ തന്നെ സുവിശേഷ പാഠഭാഗം വായിക്കുന്ന സമയത്ത് നാം അവിടെ കാണുക, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് എന്നുള്ള കർത്താവിൻ്റെ വചനമാണ്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻ കൂട്ടവും ഒരു ഇടയനുമാകും എന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 10 അധ്യായം 16 വാക്യത്തിൽ പറയും. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ നമ്മുടേതായ ഇസം, ക്രിസ്ത്യൻ സെപ്പറേറ്റിസം എന്നുള്ള കാര്യം, ഇസ്ലാമിനാണെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, ഹിന്ദുയിസത്തിലാണെങ്കിൽ ഫാനറ്റിസം, വർഗീയത, ഇങ്ങനെ യഹൂദന്മാർക്കാണെങ്കിൽ സയനിസം, ഇങ്ങനെ ഒരുപാട് ഇസങ്ങളിൽ നമ്മൾ കുടുങ്ങിയിരിക്കുക. ഇതെല്ലാം എൻ്റെ മതം മാത്രമാണ് സത്യം, എൻ്റെ മതത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ആളുകളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആ പ്രാപഞ്ചിക കാരുണ്യത്തെ നമ്മൾ വിസ്മരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം എല്ലാവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, എല്ലാവർക്കും ദൈവം മഴ നൽകുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിവേചനമില്ല, ഒരു മനുഷ്യനോടും ദൈവം വിവേചനം കാണിക്കുന്നില്ല എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിടെ പറയുന്നത്, നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ സഭയിൽ അംഗത്വമില്ലാത്ത, അല്ലെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എനിക്കുണ്ട്. ദാറ്റ് ഈസ് എ ഇൻവിസിബിൾ ചർച്ച്. അദൃശ്യമായ, അഗോചരമായിട്ടുള്ള വിശ്വാസ സമൂഹമാണത്. അതുകൊണ്ട് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രാപഞ്ചിക വിശ്വാസ സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ ഉള്ളങ്ങളിൽ നിറയുന്ന സങ്കുചത്വം നമുക്ക് ഉപേക്ഷിക്കാം. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും ദൈവം ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വേർതിരിക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, കാരണം ദൈവമാണ് സൃഷ്ടികർത്താവ്. ഈ ദൈവം തൻ്റെ സകല സൃഷ്ടിയെയും സ്നേഹിക്കുന്നു എന്ന ഈ വചനത്താൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികർത്താവയാൽ തിരുനാമത്തെ അടിയങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ സമൂഹങ്ങളെയും അവിടുന്ന് സ്നേഹിക്കുന്നു എന്ന് അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ അറിയിച്ചുവല്ലോ. ഈ എല്ലാ മനുഷ്യ സമൂഹത്തിൻ്റെയും വിമോചന പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയതിനാൽ കർത്താവെ, ഞങ്ങളുടെ സങ്കുചിത മനോഭാവം വെടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ, സകല സൃഷ്ടിയെയും സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ എല്ലാ പ്രാപഞ്ചിക കാര്യങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമെന്ന് മിശിഹാ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.